ബഹുമാനപ്പെട്ട കേവിക്ക് മഹാനായ ആലുവ അബൂബക്കർ മുസ്ലിയാർ ആരാ? മലബാറിലെ കിരീടം വെക്കാത്ത സുൽത്താനായിരുന്നു ബഹുമാനപ്പെട്ട ആലുവ അബൂബക്കർ മുസ്ലിയാർ. അവരുടെ കറാമാത്തുകൾ എണ്ണി പറഞ്ഞാൽ തീരൂല. ചിന്തിക്കണം. വലിയ ബന്ധമായിരുന്നു. ഒരു വിഷയമുണ്ടായാൽ അവർ പോയി പറയുന്ന സ്ഥലമായിരുന്നു ആലുവ അബൂബക്കർ മുസ്ലിയാർ. ചിന്തിക്കണം. ഞാൻ നിങ്ങൾക്ക് കേവിയെ പഠിപ്പിച്ചുതരാം. കേവിയെ പഠിച്ചാൽ സയ്യിദ് സിറാജുദ്ദീനെ പഠിക്കും. കേവി ആലിമാണോ? അല്ല, തികഞ്ഞ ഉമ്മി. പക്ഷേ ആ മനുഷ്യൻ തൊട്ടമൊക്കെ പൊന്നാക്കി. ആരുടെ ബർക്കത്ത്? ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ ബർക്കത്ത്. ഒരിക്കൽ വലിയ രോഗം വന്നു, ഓപ്പറേഷൻ ചെയ്യണമെന്ന ആവശ്യം വന്നു. ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ നേരെ ആലുവയുടെ അടുത്തേക്ക് പോയി ബഹുമാനപ്പെട്ട കേവി. എന്താന്ന് ചോദിച്ചു. വിഷയം പറഞ്ഞപ്പോൾ വെള്ളം മന്ത്രിച്ചു കൊടുത്തു. ഓപ്പറേഷൻ ഒന്നും പോണ്ട, സുഖായി. ആ ഇരുത്തത്തിൽ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചു. കച്ചവടമൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ കടം വീടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫാത്തിഹ വിളിച്ചു, ദ്വാരുന്നു, കടം വീടിക്കോളെന്ന് പറഞ്ഞു. നീ കച്ചവടം ചെയ്തോ, കച്ചവടം അങ്ങോട്ട് ചെയ്തോളൂ, അപ്പോൾ കടം വീടുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കുറച്ചൊന്നുമല്ല, അക്കാലത്ത് 10-50 കൊല്ലത്തോളം മുമ്പുള്ള ചരിത്രം പറയുന്നത്. അക്കാലത്ത് 50 ലക്ഷം റുപ്യ കട. അന്ന് ലക്ഷമുള്ളായ തന്നെ പ്രഭുവാ. ഇന്ന് മന്തിപ്പീടി കയറണമെങ്കിൽ ലക്ഷമാണോ? അതല്ല, അന്ന് ലക്ഷപ്രഭുവും കോടി ഈശ്വരനാ. കോടി എന്താ ഈശ്വരനായത്? എന്താ ഇപ്പൊ കോടി സാധു എന്നാ പറയണ്ടത്? ഭാഷ മാറി. എന്തുകൊണ്ട് കോടി ഈശ്വരനായി? കോടി ഒരാളെ കയ്യിൽ ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്. ഞാൻ കോടി ഈശ്വരൻ എന്ന് പറഞ്ഞ വാക്കിനെ എങ്ങനെ ആലോചിക്കാറുണ്ട്. എന്താ പക്ഷേ കോടി ഈശ്വരൻ, പിന്നെ എനിക്ക് കിട്ടിയ ഉത്തരാണിത്. ഞാൻ ഇങ്ങനെ യാത്രയിലൊക്കെ ആലോചിക്കും. ചിലപ്പോൾ ചില പദങ്ങൾ എങ്ങനെ ആലോചിക്കും. ഇങ്ങനെ ഒരിക്കൽ ഞാൻ ദിവസങ്ങളോളം ആലോചിച്ച പദമാണ് കോടീശ്വരൻ. പിന്നെ എനിക്ക് കിട്ടിയ ഉത്തരമാണ് എന്ത്? ആരെ കയ്യിലും കോടിയൊന്നും ഉണ്ടാവൂല. അപ്പൊ പിന്നെ അത് ഈശ്വരന്റെ കയ്യിൽ തന്നെയല്ലേ. ഒരമ്മയ്ക്കുല്ലോ അതായിരിക്കും. ഒരു ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ ലക്ഷപ്രഭുവാകുന്ന കാലത്ത് 50 ലക്ഷം കടക്കാരനായി. വേഗം എന്ത് ചെയ്ത് പിന്നെ ചെന്നത് ബഹുമാനപ്പെട്ട ആലുവായി അബൂബക്കർ മുസ്ലിയാർ ഹദറത്തിലേക്കാണ്. ജീവിച്ചിരിക്കുന്ന ആളടുത്തേക്ക് ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീന്റെ ആത്മീയ നിയന്ത്രണത്തിൽ പോയിട്ടുണ്ടാവും. അത് വലിയ കടാണ്, വലിയ കച്ചവടം ചെയ്താളാ, വലിയ കടം കൊടുക്കുന്നത്. 6 മാസം കൊണ്ട് ബിസിനസ്സിൽ 50 ലക്ഷം വീടിയ കാര്യം കേവി പറഞ്ഞിട്ട്. അങ്ങനെ തന്നെ 6 മാസം കൊണ്ട് അക്കാലത്ത് 50 ലക്ഷം കടം വീടി. ആരുടെ നേതൃത്വം? ആലുവ അബൂബക്കർ മുസ്ലിയാർ. ആരുടെ നേതൃത്വം നൽകിയത്? സയ്യിദ് സിറാജുദ്ദീൻ. ഇനി അത് മാത്രം ഒരാൾക്കും വാതിൽ തുറക്കാത്ത ആളായിരുന്നു തുർഫൻചി മുഹമ്മദ് മുസ്ലിയാർ. തുറക്കാത്ത പള്ളി എന്നായിരുന്നു പത്രക്കാർ എഴുതിയിരുന്നത്. തുറക്കാത്ത പള്ളി. ആ പള്ളിയിൽ അങ്ങനെ അവർക്ക് അവരുടേതായ ചില സിറുകൾ ചെയ്യും, ചില സിറിയായ അമലുണ്ടാവും. അവിടെ പോയി ബഹുമാനപ്പെട്ട കേവി ഒരിക്കൽ കേവിയെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് ഇരുത്തി 2 മണിക്കൂറിലേറെ ഞാൻ സംസാരിച്ചു. അങ്ങനെയല്ലേ പറഞ്ഞ്? 2 മണിക്കൂറിലേറെ സംസാരിച്ചു. ആരുമായി? കേവിയുമായി. ആര്? കാമിലായ വലിയ. ആര്? ജിന്നു കൂടിയൊന്നുമല്ല. ചില ആളുകൾ പ്രസംഗിക്കും ജിന്നു കൂടിയ ഓടിയവര്, അതുപോലെ ജിന്നു കൂടും. കാമിലായ വലിയ ഈ അടുത്ത കാലഘട്ടത്തിൽ മലബാർ കണ്ട കാമിലായ വലിയാണ് തുർഫൻചി മുഹമ്മദ് മുസ്ലിയാർ. അവരോളം പിന്നെ ആരുമില്ല. ഓരോരുത്തർ വാദിക്കും നമ്മളാളും അങ്ങനെയാണ്, അത് അവർക്ക് മഹാനാകാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലമാണിത്. ഞാൻ പിടിച്ച ആളെ വലിയതാക്കുന്നത് എനിക്ക് മഹാനാകാൻ വേണ്ടിയുള്ള ഒരു കാലമാണിത്. സ്വന്തം നടക്കാൻ കഴിയാത്തവരെ മഞ്ച തലയിൽ വെച്ചു കൊടുക്കുന്ന കാലമാണ്. ശൈഖന്മാരുടെ ലോകത്തും കള്ളത്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇനി അടുത്ത തലവേദന. ഇനിയുള്ള അടുത്ത തലവേദന ത്വരീഖത്തുകൾ കൊണ്ടുള്ള തലവേദനയായിരിക്കും മലബാറിൽ. എന്തുകൊണ്ട്? അവരിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ വീരാരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അപകടകരമായ ഒരു പ്രവണതയാണ്. അവിടേക്ക് പ്രവേശിക്കുന്നില്ല. അതിപ്പോ അതിന്റെ സമയമല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള കാമിലായ വലിയാണ് ബഹുമാനപ്പെട്ട മഹാനായ തുർഫൻചി മുഹമ്മദ് മുസ്ലിയാർ. ആരും ചെന്നാൽ അടുപ്പിക്കാത്ത കാലത്ത്, ആരും ചെന്നാൽ അടുപ്പിക്കൂല. അക്കാലത്ത് വലിയ 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 ആളുകൾ തലയെ കെട്ടിയവരും കുപ്പായം നീളം കുപ്പായിട്ടവരും വലിയ ആളുകളും വരെ പള്ളിയുടെ പുറത്തു നിന്നൊന്ന് കണ്ടെങ്കിലെന്ന് വിചാരിച്ച് നിന്നിരുന്ന കാലത്ത് കേവി ചെന്നപ്പോൾ കേവിയെ കൊണ്ടുപോയിട്ട്, ആരാ കേവി? കേവി എന്നാൽ ഒരു ദീനിന്റെ അലിമല്ല, ഒരു മാലിമല്ല, ഒരു മുത്തല്ലിമല്ല, ഒന്നുമല്ല. സാധുവായ ഉമ്മിയായ മനുഷ്യൻ, പച്ച മലയാളം വരെ വേണ്ടത്ര അറിയാത്ത ഒരു സാധുവായ മനുഷ്യൻ, അങ്ങനത്തെ മനുഷ്യൻ. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, കേവിക്ക് അല്ലാഹു നൽകിയ തൗഫീഖിനെ ചിന്തിക്കണം. ഇത് കേവിയുടെ കുട്ടികളിലും പേരമക്കളിലും ഭാര്യസന്താനങ്ങളിലും മരുമക്കളിലും പാഠമുണ്ട്.
മുതലുണ്ടായിട്ട് കാര്യമില്ല. മുതലുണ്ടായതുകൊണ്ട് കേവി ആവൂല. കേവിയേക്കാൾ മുതലുണ്ടായ ആളുകൾ അന്നൊന്നും ഇവിടെ ഉണ്ട്, ആയിട്ടില്ല. കേവി അടുത്ത കാലത്തൊന്നും മരിക്കൂല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖ്ബറയുടെ കാണുന്നതിന്റെ പരിസരത്ത് ഇതാ ബഹുമാനപ്പെട്ട കേവി കിടക്കുന്നു. എന്താ കാരണം? അതാ ഷെയ്ഖിന്റെ തർബിയത്താണ്. എല്ലാ മഹാന്മാരും അവരെ അടുപ്പിച്ചു. എല്ലാ മഹാന്മാരെ അടുത്തേക്കും തന്റെ വഫാത്തിന് ശേഷം ഈ ലക്ഷണമൊത്ത പൊന്നുമോനെ ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ തന്നെ അയച്ചിട്ടുണ്ടാകും. ചിന്തിക്ക് എല്ലാം. അതുപോലെ മാത്രമല്ല, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഒരു സംഭവം കേവി തന്നെ പറയുന്നുണ്ട്. കേവിയുടെ ചങ്ങനകുളത്തെ കമ്പനിയിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട മഹാനായ ആലുവായി വന്നപ്പോൾ ചായക്ക് പറഞ്ഞു. പക്ഷെ ചായക്ക് പറഞ്ഞതിന് ശേഷം ചായ കുടിക്കാതെ ഇറങ്ങിപ്പോയി. അപ്പോൾ കേവി താൻ വന്ന അംബാസഡർ വണ്ടിയിൽ കയറിപ്പോയി. ബഹുമാനപ്പെട്ട ആലുവായി ഉസ്താദ് ബാക്കിൽ തന്റെ വണ്ടിയിൽ ഫോളോ ചെയ്തു. ബഹുമാനപ്പെട്ട കേവി വന്ന് തന്റെ വീട്ടിലേക്ക് വന്ന് പിന്നെ വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു. ദീർഘമായി ദുആ ചെയ്തു. പ്രയാസങ്ങൾ പരിഹരിക്കാൻ ദുആ ചെയ്തു. അത്ര വലിയ ബന്ധം ഈ ആലുവായി അബൂബക്കർ മുസ്ലിയാരെ പോലത്തെ മഹാന്മാരോട് കേവിക്കുണ്ടായി. അത് സഈദ് സിറാജുദ്ദീൻ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? അൽ ഉലമാ വൽ ഉമറാ. സഈദ് സിറാജുദ്ദീൻ തങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമുദായത്തിന്റെ രണ്ട് ഭാഗവും തർബിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ആലിമീങ്ങൾ മാത്രമല്ല തർബിയത്ത് ചെയ്തത്, ഉലമായിനെയും ഉമറായിനെയും തർബിയത്ത് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സഈദ് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ ബന്ധമുണ്ടായിരുന്നു ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാര്. വളവന്നൂർ ബാഫക്ക് യത്തീംഖാനക്ക് വേണ്ടി വന്നു. ആ യത്തീംഖാനക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ വന്ന് അലമാര തുറന്നെടുത്തു. അലമാരയിൽ നിന്ന് കിട്ടിയ നോട്ടൊക്കെ കീശയിൽ വാരിട്ടു. ആര്? പിരിവിന് വന്നതാ. അപ്പൊ അലമാര തുറന്നെടുത്തു. നിങ്ങൾ എത്ര എടുത്താൽ അതെനിക്ക് സന്തോഷം തന്നു. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരോട് കേവി അലമാര തുറന്നിട്ട് കൊടുത്തപ്പോൾ അലമാരയിൽ നിന്ന് കിട്ടിയതൊക്കെ വാരിട്ടു. ആര്? ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാര്. അതാ ഞാൻ കൊണ്ടേ കൂടെ വലിയ സന്തോഷമാണ്. അപ്പൊ ആ ബന്ധം എത്രയായിരിക്കും? ആ അലമാരന് കയ്യിൽ കിട്ടിയതെല്ലാം ഒരു കേസിലേക്ക് വാരിടാൻ മാത്രമുള്ള ആത്മീയമായ ബന്ധം ഇവർ തമ്മിലുണ്ടാവും. ആര് തമ്മിൽ? വിചാരിക്കണ്ട, പുറത്ത് കാണുന്ന ആളാവൂല അകത്ത്. ഇങ്ങനെ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും അവർ മരിക്കുന്നത് വരെ മലയാള മലബാറിൽ കണ്ട മശായിഖന്മാരുടെ എല്ലാം ഒരു ബന്ധം ബഹുമാനപ്പെട്ട കേവിക്കുണ്ടായി. എന്തുകൊണ്ട്? മഹാനായ സഈദ് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബന്ധം. ബഹുമാനപ്പെട്ട കോഴിക്കോട്ടെ ഏറ്റവും വലിയ സുൽത്താനായിരുന്നു ബാഫക്ക് തങ്ങൾ. ബാഫക്ക് തങ്ങളുടെ പാണ്ഡികശാല പിൽക്കാലഘട്ടത്ത് വാങ്ങിയത് കേവിയാണ്. എന്തിന്? അതിന്റെ ഹുർമത്തിൽ പരിപാലിക്കാൻ വേണ്ടി. ബാഫക്ക് തങ്ങൾ കിടന്ന കട്ടില് അങ്ങനെ തന്നെ സംരക്ഷിച്ചു. ആര്? കേവി. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. വലിയ പാഠമാണ് കേവിയിലുള്ളത്. ഞാനിത് കേവിക്ക് വേണ്ടി ഒരു പ്രസംഗമാകുമോ എന്ന് വിചാരിച്ച് നീട്ടുന്നില്ല. ദോഷൈതക്കുകൾ അങ്ങനെയും പറയുമല്ലോ. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, വലിയ ബന്ധം, വലിയ തെർബിയത്താണ് ബഹുമാനപ്പെട്ട മഹാനായ സഈദ് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് വലിയ തെർബിയത്താണ് ഈ ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നിങ്ങളോട് പറയാം. അവരുടെ ഭാര്യ സന്താനങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്, മരുമക്കളടക്കണ്ട്. നിങ്ങൾ ചിന്തിക്കണം. കേവിയിൽ നിങ്ങൾക്ക് പാടുണ്ട്. ആ അളവിലേക്ക് നിങ്ങൾ ഉയരണം. പണണ്ടായിട്ട് കാര്യമില്ല. ദീനിനെയും ദീനിന്റെ അഹിലുകാരെയും ബഹുമാനിക്കണം. അപ്പോൾ അതിൽ വലിയ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് എന്തെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടല്ല. ഒരൊറ്റ ലക്ഷ്യം എനിക്കുണ്ട്. എന്താണ്? മലബാറിലെ ജനമുള്ള ആളുകൾ ധാരാളം ഉണ്ട്. അവർക്ക് ഈ ബന്ധം ഉണ്ടായെങ്കിൽ നാട് നന്നാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവസാനം എന്തുണ്ടായി? കേവി അവസാനം എന്തുണ്ടായി എന്നാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചാരത്ത് ബഹുമാനപ്പെട്ട വാഫി കോളേജ് സ്ഥാപിച്ചു. അതിന്റെ സകലമായ കാര്യങ്ങളും താൻ തന്നെ നേതൃത്വം നൽകി. 50 കൊല്ലം സ്വന്തം ചെലവ് കൊണ്ട് ബദരീങ്ങളാണ്ട് നടത്തി. 6-7 പോത്തർത്ത് 50 കൊല്ലം താൻ അവിടെ മുന്നിൽ നിന്ന കാലം അത്രയും ബദരീങ്ങളാണ്ട് തന്റെ വക. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നേർച്ച തന്റെ വക.
ഇന്നിപ്പോ ഈ പരിപാടി നടത്താൻ കാരണമുണ്ട്. എന്താ? റജബ് മാസത്തിൽ 40ഓളം ഖത്ം തീർത്ത് മശായിഖന്മാർക്ക് ഹദിയ ചെയ്തുകൊണ്ട് ആലിമീങ്ങളെ കൂട്ടി ദ്വാരപ്പിക്കുന്ന പതിവ് ജീവിതകാലത്തുണ്ടായിരുന്നു. ആർക്ക്? കെവിക്ക്. അതാണ് ഇപ്പൊ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കെവിയുടെ ആണ്ടുമാസവുമല്ല, സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ ആണ്ടുമാസവും അല്ല. ആ ഫാത്തിഹ ഓതിയിരുന്ന മശായിഖന്മാരുടെ 40 ഖത്ം ഓതിയിട്ട് മശായിഖന്മാർക്ക് ഹദിയാക്കുന്ന ഒരു മശായിഖന്മാരുടെ പേരുള്ള ഒരു ചാർട്ട് ഉണ്ടല്ലോ. ആരത് ചെയ്യുന്നത്? ചിന്തിക്കണം, എങ്ങനെ ഇതൊക്കെ ഉണ്ടായി? 40ഓളം ഖത്തം തീർക്കുക, എന്നിട്ട് കഴിഞ്ഞു പോയ മശായിഖന്മാർക്ക് ഹദിയാക്കി ദുആ ചെയ്യാം. ഏതിൽ? റജബ് മാസത്തിൽ. അത് ഈ കൊല്ലം നടക്കാൻ വേണ്ടി അവർ ദാറുൽ ഖുർആൻ തിരഞ്ഞെടുത്തു. അൽഹംദുലില്ലാഹ്. അങ്ങനല്ലേ? ഹദിയാക്കി ചെയ്തിരുന്നല്ലോ. ആ ചാർട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുവരാൻ മറന്നുപോയി. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. ഏതായാലും ഉണ്ടായാൽ മതി. അങ്ങനത്തെ സംഗതി ഉണ്ട്. അത് സത്യല്ലേ? 40ഓളം ഖത്മ തീർത്തിരുന്നത് സത്യല്ലേ? റജബ് മാസത്തിൽ. സാക്ഷികൾ ഇല്ലെങ്കിൽ പിന്നെ പറയാം, അതൊക്കെ വെറുതെ വിട്ടത്. അങ്ങനത്തെ ഒരു കാലമാണ് ഇത്. പക്ഷെ വിട്ടവരൊക്കെ പിന്നെ ഒരു തവണേ പറയുള്ളൂ, 2ാം തവണ പറയാറില്ല. ഒരു വട്ടം എതിർക്കും, പിന്നെ അവർ മുങ്ങും, പിന്നെ അവരെ കാണൂല. 40 കൊല്ലം 50 കൊല്ലം എന്ന് ഉറങ്ങാത്ത ഔലിയാക്കന്മാർ ലോകത്തുണ്ട് എന്ന് കഴിഞ്ഞല്ലോ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നാണ് പൊങ്ങി ചില ആളുകൾ. അപ്പോൾ ചില ആളുകൾ ചരിത്രം മെല്ലെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർ മുങ്ങാൻ ഒരുങ്ങിയപ്പോൾ ചൈന അവരെ സഹായിച്ചു, വേഗം കൊറോണ അങ്ങോട്ട്. ഇല്ലെങ്കിൽ അവർ മുങ്ങിയ സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുന്നു. അവർ മുങ്ങിപ്പോയി. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് സംസാരിച്ചവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ കളിയാക്കി. അപ്പോൾ ലേശം എന്ന് പറഞ്ഞു കൊടുത്തു, പിന്നെ അവർ മുങ്ങി. ഈ കവിയെ പറ്റി പറഞ്ഞപ്പോൾ ആരെങ്കിലും ഒക്കെ പൊങ്ങണ്ടാവും. പൊങ്ങിയാൽ മുങ്ങും, പിന്നെ പൊങ്ങൂല. ലാസ്റ്റ് പൊങ്ങണിരിക്കും, പിന്നെ പൊങ്ങൂല. അല്ലാഹുവിന്റെ സഹായത്താൽ. അത് കറാമത്താണോ? അത് കറാമത്തൊന്നും അല്ല, അത് പൊങ്ങൂല. എന്തുകൊണ്ട്? സൂര്യൻ വെളിവായാൽ പിന്നെ രാത്രി ഉണ്ടാവില്ല, തെളിവുണ്ടോ പിന്നെ ഉണ്ടാവില്ല, പിന്നെ അവർക്ക് പൊങ്ങാൻ കഴിയില്ല. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല. ഒരു നാടൻ മനുഷ്യൻ, മലബാറിൽ ഒരു മുതലാളി, ഒരു അടക്ക കച്ചവടക്കാരൻ, ഒരു അടക്കക്കാരൻ, അങ്ങനെ പറയാലോ. കെവിയെ പറ്റി അങ്ങനെ പറയാ. അടക്കയിൽ അള്ളാഹുവിന്റെ തൗഫീഖാണ് വന്നതാ. അടക്കയെ അള്ളാഹ് പഠിച്ചത് മലബാറിൽ കെവിക്ക് വേണ്ടിയാണോ എന്നറിയപ്പെടാവുന്ന വിധത്തിൽ അടക്ക രാജാവിനെ പറഞ്ഞിരുന്നത് കെവിയെ. ഇതേ അങ്ങനെ തന്നെ കെവിക്ക് വേണ്ടിയാണ് മലബാറിൽ അള്ളാഹു അടക്ക പഠിച്ചതോ എന്ന് തോന്നിപ്പോകും. അടക്ക രാജാവ് അടക്ക കച്ചവടക്കാർ പോലല്ലേ ഉണ്ട്, ലാഭമുള്ളവരില്ലേ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു പന്തളി ഉണ്ടാക്കും, അതിനവർ വലിയ കൊട്ടാരം ഉണ്ടാക്കും. കെവി അങ്ങനെയല്ല. കെവി ദീനിന്റെ പേരിൽ അറിയപ്പെട്ടു. ദുനിയാവിൽ ഒരു ധനാട്യൻ എന്ന നിലയിൽ അവർക്ക് ചില സൗകര്യങ്ങൾ വേണ്ടേ? അതിനെക്കോട്ടെ അത് എത്ര വലിയ മുതലാളിയാണെങ്കിലും അവർക്ക് ഒപ്പിച്ച നസീബുകൾ എടുക്കാം, വിരോധമില്ല. പക്ഷേ ഇതാണല്ലോ ദീൻ. ചിന്തിക്കണം. അതൊക്കെ എന്തുകൊണ്ട് കഴിഞ്ഞ്? അതൊക്കെ നേരിട്ട് തെർബിയത്താണ് ശൈഖ് സയ്യിദ് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത്. ഇത് പാടുണ്ട്, നിങ്ങൾ ഇതിൽ പഠിക്കണം. നിങ്ങൾ പഠിച്ചാലോ നിങ്ങൾക്ക് അല്ലാഹു തആല റഹ്മത്ത് തന്നിട്ടുണ്ട്. കെവിയുടെ കുടുംബത്തിലാണ് ഇതിൽ പാടുള്ളത്. നിങ്ങൾ ഇതിൽ ഹാജരായതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. നിങ്ങൾ നാട്ടുകാരും മരണപ്പെട്ടവർ ഇത് കേൾക്കുമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. കേരളത്തിലെ ധനാട്യന്മാർക്ക് അല്ലാഹു തൗഫീഖ് തന്നാൽ ഇത് കേൾക്കും. കെവിയോട് കൂടെ കാളപൂട്ടിന്റെ കളങ്ങളിൽ പങ്കെടുത്തിരുന്ന ഒരാൾമാർ വേറെയുണ്ട്. പക്ഷേ അവർക്ക് കെവിയാകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവരുടെ ഷാരെ നിയന്ത്രിക്കാൻ ഒരു സയ്യിദ് സിറാജുദ്ദീൻ ഉണ്ടായില്ല. ഉള്ളിടത്തേക്ക് അവരോട്ട് പോയതുമില്ല. അപ്പൊ ഇവിടെ കാമിലായ തർബിയത്താണ് ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദ് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നൽകിയത്. 2 മാർഗത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒന്ന് കമാലുദ്ദീൻ ഉമറുൽ കാത്തിബി ആണെങ്കിൽ ഒന്ന് കെവിയാണ്. ഉലമാക്കളും ഉമറാക്കളും ഇവരോടെല്ലാം വളരെ ചിന്തിക്കണം. വലിയ ബന്ധം. ഇവരെല്ലാം തർബിയത്ത് ചെയ്തു മഹാനായ സയ്യിദ് സിറാജുദ്ദീൻ. എല്ലാ നിലയിലും തർബിയത്ത് ചെയ്തു. ആ കാലഘട്ടത്തിലെ ബിദ്അത്തിനെ തച്ചടച്ചു. ആ കാലഘട്ടത്തിലെ കുഫ്റിനെ ഇല്ലായ്മ ചെയ്തു. കുഫ്റിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടിയിരുന്നു. ആ പരിഹരിക്കാൻ വേണ്ടിയാണ് ലോകം മുഴുവനും റിയാദക്ക് വേണ്ടി ഒരു കാലത്ത് അള്ളാഹു അവരെ ചുറ്റി നടത്തിയത്. എന്ത് നടക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് സിറാജുദ്ദീൻ, ഞാൻ അവരുടെ കറാമാത്തിൽ നിന്ന് ഒരൽപ്പം നിങ്ങളോട് വായിക്കാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവരെ കറാമാത്തിൽ നിന്ന്, അവരെ കറാമാത്ത് മുഴുവനും ഈ
കക്ഷികളെ ഒന്നുമല്ലാതാക്കുന്ന കറാമത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ കറാമത്തുകൾ. ഇത് തന്നെ മതിയാകും. ഇത് ബഹുമാനപ്പെട്ട ഇനി കേട്ടോ, ഈ മൗലിദ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് എഴുതിയ മൗലിദാണ്. ആരുടെ? സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ. ആരെഴുതുക? ഒരാളുടെ മാത്രം ആരെഴുതുക? പറ, ആരെഴുതുക? മഹാനായ ശൈഖുന ശംസുലമ എഴുതുക. എന്നിട്ട് നമ്മൾ ശംസുലമന്റെ ആളുകളാണെന്ന് പറയാ, എന്നിട്ട് നമ്മളത് അറിയാതെ ഇരിക്കുക. അതിന് വലിയ ഭക്ഷണത്തിന് എന്താ? ഇനി എന്താ പറയണ്ടത്? നമ്മൾ നാട്ടുകാരോടൊക്കെ പറയാ നമ്മൾ ശൈഖുനാന്റെ ആളുകളാണ്. നമ്മൾ ആരാ? നമ്മൾ ശൈഖുന ശംസുലമന്റെ ആളുകളാ. ആയിക്കോട്ടെ, അവരാരെ പറ്റി എഴുതുക? മഹാനായ സയ്യിദ് സിറാജുദ്ദീൻ. അപൂർവമായിട്ട് മാത്രമേ ബഹുമാനപ്പെട്ട ശൈഖുന മൗലിദ് എഴുതിയിട്ടുള്ളൂ. ഒന്ന് സുൽത്താനുൽ ഹിന്ദ് ഖാജ നിർദ്ദേശപ്രകാരം എഴുതി. ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സിറാജുദ്ദീൻ നിർദ്ദേശപ്രകാരം എഴുതി. ഒന്ന് ബഹുമാനപ്പെട്ട മഹാനായ ദാവൂദുൽ ഹക്കീമിൽ മുത്തുപ്പേട്ടി നിർദ്ദേശപ്രകാരം എഴുതി. അല്ല, എഴുതിയിട്ടില്ല. മനസ്സിലായോ? ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് എഴുതിയ അയിലക്കാട്ട മൗലിദാണിത്. നിങ്ങൾക്കറിയാലോ, ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ നഭോമണ്ഡലത്തിൽ ഒരു കാലഘട്ടത്തിലെ എന്നല്ല സർവകാലഘട്ടത്തിലും സുൽത്താനായിരുന്നു സുൽത്താൻ ശൈഖുന ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. അവരെഴുതിയ മൗലിദാണിത്, അയിലക്കാട് മൗലിദ്. ഒന്ന് വീണ്ടും മൗലിദ് രസമുണ്ട്. ഇത് ബഹുമാനപ്പെട്ട EK അഹമ്മദ് ഹാജി എഴുതി. ശൈഖുനയുടെ അനുജൻ ശൈഖുനയുടെ അനുജൻ എഴുതി, ശൈഖുന എഴുതി. മുത്തിച്ചൂർ അഹമ്മദ് ഹാജി എഴുതിയതാണ് ഈ മൗലിദ്. ആരെ പറ്റി? സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളെ പറ്റി. അയിലക്കാട് കിടക്കുന്ന ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളെ പറ്റി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ അനുജനായ EK അഹമ്മദ് ഹാജി എഴുതിയതാണ് ഈ മൗലിദ്. ഇതോ ശൈഖുന നേരിട്ട് എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചിന്തിച്ചു നോക്ക്, ആ മനുഷ്യന് മാത്രം ഇരിക്കും. ഒരു കള്ളവലിയും അവരുടെ മുന്നിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കള്ളവാദിയെയും അവരവലംബിച്ചിട്ടില്ല. ഒരു കള്ളവാദിയും അവരുള്ള കാലത്തെ മൂക്കിൽ ശ്വാസം വിട്ടിട്ടില്ല. അത്രയും വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ. അവർ നേരിട്ടെഴുതി. അവരെഴുതിയ കറാമാത്തിൽ നിന്ന് ഞാൻ ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീനെ മനസ്സിലാക്കാൻ ചില ഭാഗങ്ങൾ കാണിക്കാം. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മഹാന്മാരുടെ കറാമാത്തുകൾ എന്തിനു വേണ്ടിയാണെന്നാൽ, ഇവിടെ നോക്കണേ, മഹാന്മാരുടെ കറാമാത്തുകൾ അവരുടെ അളമത്തിന്റെ മീസത്തല്ല, അവരുടെ മഹത്വത്തിന്റെ പരമാവധി അല്ല. എന്ത്? അവരുടെ കറാമാത്ത്. ഒന്ന് അവരിൽ നിന്നുള്ള ഉപകാരമായിട്ടും ജനങ്ങൾ അല്പമൊന്ന് അവരിലേക്ക് തമ്പീഹായിട്ടും വരുന്നതാണ് എന്ത്? അവരുടെ കറാമാത്ത്. പിന്നെ എന്റെ കറാമാത്ത് അവരുടെ സമ്പൂർണമായ പ്രത്യേകതയല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഇന്ന് മേറാജാണ്. മേറാജ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി വലിയ മജ്സത്തല്ല. എന്തു? പിന്നെ ഉൾക്കൊള്ളാവുന്നതിൽ പരമാവധി നമ്മളാകുന്ന സാമ്യങ്ങൾക്കും നമ്മളാകുന്ന മുഅ്മിനീങ്ങൾക്കും അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളാക്കി തരട്ടെ. നമ്മൾക്ക് ഉൾക്കൊള്ളാവുന്നതിന്റെ പരമാവധിയാണ് മെഹറാജ്. അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ കഴിവിന്റെ പരമാവധി അല്ല മെഹറാജ്. അതിനപ്പുറം നബിക്ക് ചെയ്യാൻ കഴിയും. അള്ളാഹു നബിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അത് ഉൾക്കൊള്ളാൻ നമ്മളെപ്പോഴത്തവർക്ക് കഴിയൂല. അതുകൊണ്ട് ഇത് പറയാനുള്ള കാരണം എന്താ? ഒരു വലിയന്റെ കറാമത്ത് എന്നാൽ ആ വലിയന് ചെയ്യാവുന്നതിന്റെ പരമാവധിയല്ല. ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റിജാലുൻ മശൗ അലൽ മാ വരിജാലുൻ അഫ്ളലു മിൻഹും മാതു ബിൽ അത്ഷ്. നോക്ക്, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞ് റിജാലും, ചില ആളുകൾ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, റിജാലുൻ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവരാണ് റിജാൽ എന്ന് പറയാ. റിജാലുൻ ആൺകുട്ടികൾ. അവര് ചില റിജാലും മശൗ അലൽ മാഇ, വെള്ളത്തിന് മുകളിൽ നടന്നുപോയി. ഒരു റിജാലുൻ അഫ്ളലു മിൻഹും, അവരെക്കാൾ അഫ്ളലായ റിജാലോ മാതു ബിൽ അത്ഷി, ദാഹം കൊണ്ട് മരിക്കുകയും ചെയ്തു.
മനസ്സിലായില്ല. ഒരു കൂട്ടർ വെള്ളത്തിന് മുകളിൽ നടന്നു, അവരെക്കാൾ മഹാന്മാർ വെള്ളം കിട്ടാതെ മരിച്ചു. ജനഭാഷയിൽ വെള്ളത്തിന്റെ മുകളിൽ നടന്നവരാണ്. മനസ്സിലായില്ല. ഏറ്റവും വലിയതായി പരിഗണിക്കുക. നാടന്മാര് ഒരു കറാമത്ത് എന്നാൽ ഒരു വലിയന്റെ പരമാവധി അല്ല, ജനങ്ങളുടെ ആവശ്യമാണ് കറാമത്ത്, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു തമ്പിയാണ്, ഒന്നുമല്ല അവർക്ക് കറാമത്ത്. ഞാൻ ചില കറാമത്തുകൾ വായിക്കാം. ഇവരെ പറ്റി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിനെ എപ്പോഴും ശുക്ർ ചെയ്യുന്ന അടിമയായി മാറി. അവരുടെ രക്തത്തിലൂടെയും മാംസത്തിലൂടെയും അവരുടെ നാടി നരമ്പിലൂടെയും മുഴുവനും എന്ത് നടന്നു? അള്ളാഹുവിന്റെ ദിക്ർ നടന്നു. ആരുടെ? ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ. അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തു. ബുദ്ധികൾ അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ വരെ അള്ളാഹു ഈ മഹാന് ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബുദ്ധികൾ അത്ഭുത പരിതന്ത്രനായി പോകും. അതായത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ഭുതങ്ങൾ വരെ അള്ളാഹു ഈ മഹാന്. ഇവിടെ നോക്ക് മനുഷ്യ കുട്ടികളെ, മനസ്സിലോണ്ട് പറഞ്ഞത് ആരെ എഴുതാണിത്? പറ മോനെ, ഇത് ആരെ എഴുതാണ്? ഷെയ്ഖുന ശംസുലമ. ആരെപ്പറ്റി? ഷെയ്ഖ് സയ്യിദ് സിറാജ്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ആരെങ്കിലും എഴുതിയതല്ല. ഇത് തിരുവങ്ങാടികൾ ഒരു മൗലിദ് എഴുതിത്തരുന്നുണ്ട്, എഴുതി കൊടുത്തല്ല. കിട്ടിയ മൗലിദ് കിട്ടാതാവുമ്പോൾ ഞാൻ തൽക്കാലം നിങ്ങൾ എഴുതി തരും മൗലിദ് ഏതോ കാത്തിബിനെ കൊണ്ട് തിരുവങ്ങാടിയിൽ നിന്ന് അവിടെ പ്രസ് എഴുതിയതല്ല. അതിൽ നോണയും ഓലെന്നെ എഴുതിക്കും. എന്തുകൊണ്ട്? എന്നാലല്ലേ ഓലെ പാർട്ടിക്കാർക്ക് വിമർശിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല. ഒരു കാലത്തെ പ്രസ് മൗലിദൊക്കെ അച്ചടിക്കുന്ന പ്രസ് വഹാബിയുടെ പ്രസ് ആയിരുന്നു. എല്ലാ ഇടക്കിടക്കൊക്കെ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിച്ചെയ്തും, എന്നിട്ട് അത് തെറ്റിച്ചത് ഓരോ മൗലമാർക്ക് അയച്ചു കൊടുക്കും, സാധനം ഇവിടെ വിതരണം ചെയ്യും. ചൊല്ലുവാൻ സനത്തിനാലെ 100 ചാദർ 10 ജബദനിൽ പക്കായ മക്കാദിക്കലിൽ ഊതിത്ത് എന്ന് നഫീസത്ത് മാല. ചൊല്ലുവാൻ സനത്തിനാലെ 100 ചാദർ 10 ജബദനിൽ പക്കായ മക്കാദിക്കതിൽ ഊതിത്ത്. ചൊല്ലുവാൻ സനത്ത് 4 100 ചതുർ 10, അപ്പൊ 410. പിന്നെ ജബദനിൽ 3 2, അപ്പൊ 445 മക്കയിൽ ഉദിത്ത് എന്നാണ് നഫീസത്ത് മാല. ജനിച്ച് 445 മരിച്ചോ? 200 റമളാനിലുള്ളൊരു ജുമഅനാളിൽ തിട്ട്. പൊന്നിവർ മൗത്ത് ഹിജ്റ 200 208 മരിച്ചു. 445 ജനിച്ചിട്ട് എന്റെ 445 ജനിച്ചിട്ട് 208 മരിച്ചു. ഇത് മൗലവിമാർക്ക് ഈ പ്രസിഡന്റ് അയച്ചു കൊടുക്കും. മൗലവിമാർ നാടാകെ ചുറ്റി ഇതിനെതിരെ വെള്ളോയും. അവസാനം ഇത് പരിശോധിച്ച് ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ അനുജൻ അസമൊലി പ്രസംഗിക്കുന്ന എന്റെ ഓർമ്മ ഇപ്പോഴുണ്ട്. അത് എഴുതി കൊടുത്ത പ്രസ്സുകാര് എഴുതിച്ചപ്പോൾ സനത്ത് നാക്കിയതാണ്, സുക്കൂനാക്കി കിസ്റിനെ. 4 ഇകാരത്തിന് പകരം അവിടെ സുക്കൂൻ കൊടുത്തതാണ്. എന്ത്? ചൊല്ലുവാൻ സനത്തിനാൽ കൊല്ലത്തിനാൽ പറയുകയാണെങ്കിൽ 100 ചതുർ 10 145 ജനിച്ചു. മനസ്സിലായില്ല? അത് തീ എന്നുള്ളത് തീർന്നാക്കി. അതുകൊണ്ട് കിട്ടിയ 300 അല്ല. മനസ്സിലായ പറഞ്ഞത്? അത് ചിന്തിക്കണം. ഇത് ഏതോ അങ്ങനെയൊക്കെയുള്ള പലതും കളി നടന്നിട്ടുണ്ട്. പ്രസ് സുന്നികൾക്ക് പ്രസ്സില്ലാത്ത കാലത്ത് അങ്ങനത്തെ പല കളി നടന്നിരുന്നു. ഇതല്ല. ഏതോ പ്രസ്സുകാർക്ക് തൽക്കാലം ഉണ്ടാക്കി കൊടുത്ത മൗലിദ് അല്ലത്. തന്റെ ഷെയ്ഖിന് വേണ്ടി മലയാളം കണ്ടിട്ടുള്ള നിറഞ്ഞ പകരം വെക്കാൻ അന്നും ഇന്നും ഇല്ലാത്ത മഹാനാണ് ആര്? ഷെയ്ഖുന ശംസുൽ ഉലമ. അവര് സയ്യിദ് സിറാജുദ്ദീന് വേണ്ടി എഴുതിയ മൗലിദാണിത്. എന്താ പറയുന്നത്? ബുദ്ധികൾ അത്ഭുതപ്പെടുന്ന പല ജാതി അത്ഭുതങ്ങളും അള്ളാഹു അവർക്ക് തുറന്നു കൊടുത്തു. فكان الله سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها. فكان അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആയിത്തീർന്നു. എന്തായിത്തീർന്നു? سمعه الذي يسمع به. ഞാൻ കേൾക്കുന്ന കാത്
അയാൾ കേൾക്കുന്ന കാത് ഞാനാകും എന്ന് പറഞ്ഞതിൽ ഒരാൾ ആരാണ്? സയ്യിദ് സിറാജുദ്ദീൻ ആണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരാണ്? പറയും മനുഷ്യന്മാരെ, ആരാണ്? ഷെയ്ഖുനാണ്, ശംസുലമാണ്. എന്തിനാ ഷെയ്ഖിന്? ഇനി എങ്ങനെ അവിടെ നമ്മൾ പോവാതിരിക്കുന്നത്? ഇനി എങ്ങനെ ഈ മഹാന്റെ മഹത്വം നമ്മൾ അറിയാതിരിക്കുന്നത്? ഈ സയ്യിദ് സിറാജുദ്ദീൻ ആയിത്തീർന്നു. സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യബ്സറു ബിഹി വയദഹു അല്ലതീ യബ്തശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. എനിക്ക് വേണ്ടി ഒരാളായി അയാളുടെ ലമിലും ദമിലും ഉറൂഖിലും മഫാസിലും എല്ലാം അല്ലാഹുവിന്റെ ദിക്റിനോട് എത്തിച്ചേർന്നാൽ അയാൾ കാണുന്ന ചെവി, കേൾക്കുന്ന ചെവി ഞാനാകും. അതായിരുന്നു ആര്? ആര്? സയ്യിദ് സിറാജുദ്ദീൻ എന്ന സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത് ആരാണ്? ശംസുലമാണ്. പിന്നെയോ അയാൾ കാണുന്ന കണ്ണ് ഞാനാകുമെന്ന് പറഞ്ഞ കണ്ണ് അയാൾ കാണുന്ന കണ്ണ് ഞാനാകുമെന്ന് പറഞ്ഞ ആളാണ് ആര്? സയ്യിദ് സിറാജുദ്ദീനെ. അയാൾ പിടിക്കുന്ന കൈ ഞാനാകും എന്ന് പറഞ്ഞ ആളാണ് ഞാനേ. രോഗിയെ കാണാൻ വേണ്ടി കുന്നംകുളത്ത് പോയി, തന്റെ കുടുംബത്തിൽപ്പെട്ട രോഗിയെ കാണാൻ. ആശുപത്രിക്കാര് വലിയ മഹാനാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ സ്വീകരിക്കാൻ തയ്യാറായി. പക്ഷെ ആശുപത്രിയിൽ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു കളിയാക്കണ. എന്തിനുണ്ടാവുമല്ലോ, ആശുപത്രിക്കാർ ബഹുമാനിക്കുന്നതിനനുസരിച്ച് കളിയാക്കി. ഷെയ്ഖ് കയറി കളിയാക്കി, അവിടെ വീണു, ഛർദിച്ചു, വയറ്റുനോയി, അപ്പൊ മരിച്ചു. ആ സെക്കൻഡിൽ മരിച്ചു. എന്ത് അത് അവരുടെ പ്രശ്നമല്ല. അത് അവർക്കൊന്നും തടയാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ? ഒരു വലിയന്റെ കുരുത്തക്കേട് ഒരാൾ വാങ്ങിയാൽ ആ കുരുത്തക്കേട് തടയാൻ ആർക്ക് കഴിയില്ല? മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ? ഒരു വലിയന്റെ കുരുത്തക്കേട് വാങ്ങിക്കഴിഞ്ഞാൽ ആ കുരുത്തക്കേട് തടയാൻ ആർക്കും കഴിയില്ല, വലിയനും കഴിയില്ല. ആ കുരുത്തക്കേട് തടയാൻ വലിയനും കഴിഞ്ഞോളുന്നില്ല. കാരണം ഇത് ആര് കൊടുക്കും? അതോർക്കും, അതോർപ്പ്. എന്റെ വലിയനാരെങ്കിലും ഉപദ്രവിച്ചാൽ, ശത്രുത കാണിച്ചാൽ, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആര് പറയാ? അല്ലാഹു പറയാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവിടെ വീണ് അവിടെ വെച്ച് എന്റെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കുരുത്തക്കേട് വാങ്ങുന്നതിന് തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത്ര സംഭവം കാമിലായ വലിയ. എന്തുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞുതരാം? എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് കോടാനക്കോടി സമ്പാദിക്കാമായിരുന്നു. പക്ഷേ സ്വന്തം വീട് പോലും ഇല്ല. പെങ്ങളെ വരെ പാർത്തു, മരണം വരെ ഒന്നുമില്ല. നിങ്ങൾ ചിന്തിക്കണം, ഒന്നുമില്ല. നിങ്ങളെ വളരെ ഗൗരവമായി ചിന്തിക്കണം. സയ്യിദ് സിറാജുദ്ദീനെ മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാ. ഒരു യജമാനൻ ഒരു ദാസൻ യജമാനെ അനുസരിക്കുന്നത് പോലെ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ അനുസരിച്ചിരുന്ന മഹാനാണ് ആര്? സയ്യിദ് സിറാജുദ്ദീൻ. അപ്പോൾ അവരാരായിരിക്കും? ആരാ കക്കടിപ്പുറം? കക്കടിപ്പുറം ആരായിരുന്നു നോക്കിയാൽ ഇങ്ങനെ ഒക്കിലെത്തൂല. ഇന്നക്കും സറത്തറൗന അഹ്ല ദറജാത്തിൽ ഉലാ കമാ തറൗനൽ കൗകബ ദുർരിയ ഫി സമാഇ. മുത്ത് മുഹമ്മദ് മുസ്തഫ ചില ആളുകളുടെ സ്ഥാനങ്ങൾ ഇങ്ങനെ നോക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിൽപ്പെട്ട ഒരാളാവാൻ സാധ്യതയുള്ള ആളാണ് ആര്? കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ. കക്കടിപ്പുറം മുതിആയി ഒരു പൂച്ചക്കുട്ടി പതുങ്ങി നിൽക്കുന്നത് പോലെ പതുങ്ങി അനുസരിച്ചിരുന്നു ആരെ? സയ്യിദ് സിറാജുദ്ദീൻ. അവർക്ക് എഴുതിയ മൗലിദാണിത്. നിങ്ങൾ ചിന്തിക്കണം. ഞാനിത് പുതുതലമുറയോട് പറയാനുള്ള കാരണം പുതിയ തലമുറക്ക് ഇളമാൻ കടവറിയൂല, അറിയേണ്ടവരെ അറിയൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ കൂട്ടത്ത് പറഞ്ഞതാ. അപ്പൊ നമ്മൾ എന്താ വിഷയം? അറിയേണ്ടത് അറിയാതെ പോവാ. അങ്ങനെ വന്നാൽ എന്തുണ്ടാവും? അറിയേണ്ടത് എന്താ? മഹാന്മാര് അറിഞ്ഞത് എന്താ? നമ്മൾ കെട്ടിയ തലയെക്കെട്ടെന്നെ ശംസുലമക്കുള്ളൂ. നമ്മൾ കെട്ടിയ ചൊറുക്കേൽപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ചുരുക്കുണ്ടാക്കാൻ വേണ്ടി ഗവേഷണ കെട്ടുകൾ വരുന്ന കാലഘട്ടമാണ്. ഞാൻ കെട്ടാനല്ലാത്തോട്ട് പറയല്ല, എനിക്ക് തലയിൽ എപ്പോഴും ഇങ്ങനെ വിയർത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കെട്ടാത്തതാണ്. കെട്ടിനെ ബഹുമാനിക്കുന്ന ആളാണ്. കെട്ടിൽ എനിക്ക് ഇജാസത്തുണ്ട്. എൻ്റെ ഷെയ്ഖ് എനിക്ക് കെട്ടിത്തന്നിട്ടുണ്ട്. കെട്ടിൽ പ്രധാനമായ ഒരു തുണീഷക്കാരനായ മുഹദ്ദിസ് എനിക്ക് തലയെ കെട്ടിത്തരുകയും ആ തലയെക്കെട്ടിൽ പ്രത്യേക സമ്മതം തരികയും ചെയ്തിട്ടുണ്ട്. പ്രശ്നം എന്താ? തലയിലും ഇങ്ങനെ വിയർപ്പെടുക്കും. പൊതുവെ ഞാനൊരു വിയർപ്പന, അതുകൊണ്ടാണ്. അതിനൊന്നും വിരോധമല്ല. ഞാൻ പറയുന്നത് എന്താ? ഇതൊക്കെയാണ് ഇന്ന് ദുനിയാവിന്റെ കോലങ്ങൾ. ഇതിലൊക്കെ ഇന്നത്തെ നമ്മൾ ഗവേഷണം. എന്നാൽ മഹാന്മാർ എന്തുകൊണ്ട് നേടി? അവര് അറിയേണ്ടവരെ അറിഞ്ഞു.
ശൈഖുനാ ശംസുൽ ഉലമയും ബാഖിയാത്ത് പഠിച്ചു, നമ്മൾ ബാഖിയാത്ത് പഠിക്കും. എന്താ വ്യത്യാസം? അവർ അറിയേണ്ടവരെ അറിഞ്ഞു, നമ്മൾ അറിയാണ്ടാത്തവരെയാണ് അറിയുന്നത്. വ്യത്യാസം. ആരത് പറയണ നോക്കി, ആരാ പറയുന്നത്? അയാൾ കാണുന്ന കണ്ണ് ഞാനാകും, അയാൾ കേൾക്കുന്ന ചെവി ഞാനാകും, അയാൾ പിടിക്കുന്ന കൈ ഞാനാകും, അയാൾ നടക്കുന്ന കാലും ഞാനാകും. അങ്ങനെയുള്ള ആളുകൾ ഭൂമിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞതിൽപ്പെട്ട, അള്ളാഹു പറഞ്ഞതിൽപ്പെട്ട ഒരാളാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദ് സിറാജുദ്ദീൻ. ആയേക്കാം എന്നല്ല, മനസ്സിലായില്ല? ബഹുമാനപ്പെട്ടവർ അങ്ങനെ ആയേക്കാം എന്നല്ല. ഫകാന സയ്യിദ് സിറാജുദ്ദീൻ ആയി ലില്ലാഹി ഷാക്കിറ. ഫകാന അല്ലാഹു സമഅഹു അല്ലദി യസ്മഉ ബിഹി. ഫകാന ഫഅസാ അൻ യകൂന. അദ്ദേഹം ആയേക്കാം എന്നല്ല, അദ്ദേഹം ആണ്. അദ്ദേഹത്തിന്റെ ചെവിയിൽ കേട്ടത് അല്ലാഹുവിന്റെ പ്രത്യേക ശ്രവണമായ സൗകര്യം കൊണ്ടാണ് അദ്ദേഹം കേട്ടത്. കാഴ്ചകൾ തന്നെ ഈ ഇങ്ങനെയുള്ള ജനങ്ങളെ തട്ടിപ്പ് നടത്തുന്ന പിശാചിനെ അണ്ടാതിക്കുന്നവര് കുഴങ്ങി ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീനെ കൊണ്ട് അവരെ ആപ്പീസ് പൂട്ടി, അവരുടെ മണ്ഡപങ്ങൾ പൂട്ടി, അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പണി അവസാനിച്ചു. അപ്പോൾ അവർ ഒന്നടങ്കം ബഹുമാനപ്പെട്ടവരെ എതിർക്കാൻ തയ്യാറായി. പക്ഷെ നടക്കൂല, എതിർത്താ കത്തിപ്പോവും. അതുകൊണ്ട് എന്തുണ്ടായത്? അയൽവാസി കിട്ടാതാവുമ്പോൾ അയൽവാസിയുടെ പോത്ത് നമ്മളെ വിളയിച്ചാടിയാൽ അന്നായി കൊടുക്കും. അത് പോത്തിനോട് ദേഷ്യമല്ല, അയൽവാസിയോട് ദേഷ്യമാണ്. എന്നതുപോലെ ബഹുമാനപ്പെട്ട ഒരു ശിഷ്യന്മാരെ ഉപദ്രവിച്ചു. ഒരിക്കൽ ഒരു ഖാദിമായ ഗുലാം, ഒരു ചെറിയ കുട്ടി പൊന്നാനി ചന്തയെന്ന് ഷെയ്ഖിന്റെ അടുത്തേക്ക്, ഷെയ്ഖിന്റെ പെങ്ങൾ താമസിക്കുന്ന വീടിലേക്ക് എന്തോ ആവശ്യത്തിന് പറഞ്ഞയച്ചായിരുന്നു. ആ സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ 2 മൈൽ അപ്പുറത്ത് വെച്ച് പിശാചുക്കൾ ഉപദ്രവിച്ചു. ഇരുട്ട്, ഒരു മൈലിട്ട് നേരത്തെ വരിക, ഉപദ്രവിച്ചു. കുട്ടി കുഴങ്ങി. സെക്കൻഡിൽ ഹാജരാവുകയും പിശാചിന്റെ പണി കഴിക്കുകയും ചെയ്തു. പിന്നെ അപ്രത്യക്ഷനായി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ശൈഖ് അവിടെ തന്നെ ഉണ്ട്. അതാണ് എന്ത്? കാണുന്ന കണ്ണും ഞാനാകും, കേൾക്കുന്ന ചെവി ഞാനാകും എന്ന് പറഞ്ഞത്. അല്ലാതെ അള്ളാഹ് അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനത്തെ ആൾ ഇവിടെ ഉണ്ടാവണല്ലോ. ഇവരല്ലെങ്കിൽ പിന്നെ ആരാണ് ആള്? നിങ്ങൾ ചിന്തിക്കണം. ശൈഖ് അവർക്ക് വളരെ സേവനം ചെയ്യുന്ന ഒരാൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഇതിൽ പറയുന്നുണ്ട് ആ സംഭവം. ഒരാളുണ്ടായിരുന്നു, ആ ആള് ഇക്കാക്കാന്ന് വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവരെ ഇക്കാക്കാന്ന് വിളിച്ചിരുന്നു. സയ്യിദ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ ഇക്കാക്കാന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ഷെയ്ഖ് സിറാജുദ്ദീൻ ഞങ്ങൾ എന്ത് പറഞ്ഞു ഇയാളോട്? നീ ഏതെങ്കിലും കാലത്ത് ഞാൻ മരിച്ചതിന് ശേഷം നീ കുഴങ്ങിയാൽ ഈ ഒരു വാക്കൊന്ന് വിളിച്ചാൽ മതി, ഞാൻ അവിടെ ഹാജരാകും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ മരിച്ചുപോയി. ഇയാൾ ഒരിക്കൽ ശത്രുക്കളുടെ ഇടയിൽപ്പെട്ടു. അന്യനാട്ടിൽ പോയി ശത്രുക്കളുടെ ഇടയിൽ കച്ചവടക്കാരനായിരുന്നു ഇയാൾ. ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഈ സംഭവവും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ പറയുന്നുണ്ട്. അഥവാ വഫാത്തിന്റെ ശേഷവും തസറുഫിന് അധികാരം ഉണ്ടാവും. ആർക്ക്? അള്ളാഹുവിന്റെ ഖുത്ബാനിയത്തിന് മഖാമെത്തിച്ച അള്ളാഹിന്റെ ആരിഫ്യങ്ങൾക്ക് ഈ സംഭവം പറയുന്നുണ്ട്. ദൂരനാട്ടിലേക്ക് കച്ചവടത്തിന് പോയി. ആ കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കവേ അയാൾക്കെതിരെ മറ്റുള്ളവർ ചില കുതന്ത്രങ്ങൾ കാണിച്ചു. ആ കുതന്ത്രങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അതിന്റെ ആളുകളുടെ അടുത്തേക്ക് അദ്ദേഹം നേരിട്ട് പോയപ്പോൾ അവർ അദ്ദേഹത്തെ പിടിച്ച് ഹബ്സിലിട്ടു, കൊല്ലാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഓർമ്മ വന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ഇക്കാക്കാന്ന് വിളി വിളിച്ചാൽ മതി, ഞാൻ മരിച്ചാലും ബേജാറാവണ്ട, ഞാൻ കൊണ്ടോളൂ. ഒന്ന് വിളിച്ച് ഇക്കാക്ക എന്ന് വിളിച്ചിട്ടേ ഉള്ളൂ. ബഹുമാനപ്പെട്ടവർ ഒരു സംഘം മശായിഖന്മാരോടുകൂടെ മഹാന്മാരോടുകൂടെ ഹാജരാക്കി രക്ഷപ്പെടുത്തി. ഈ സംഭവം ഈ ഗ്രന്ഥത്തിൽ, ഈ മൗലിദിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ചിന്തിക്കണം. എന്തുകൊണ്ട്? അവര് കേൾക്കുന്ന ചെവി ഞാനായിരിക്കും, അവർ കാണുന്ന കണ്ണ് ഞാനായിരിക്കും എന്ന് പറയുന്നുണ്ട്. കാട്ടുമൃഗങ്ങൾ ആക്രമിക്കാൻ വരുന്ന സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഒരു കീഴക്കരയിൽ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട മഹാനാണ്. ഖുത്ബിയത്ത് രചിച്ചിട്ടുള്ള മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹിമഹുല്ലാഹ് കീഴക്കരയിൽ സിയാറത്തിൽ പോയി. ആര്? സയ്യിദ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ തന്റെ ഖാദിമും കൂടെയുണ്ട്.
കാട്ടുമൃഗങ്ങൾ ഉപദ്രവിക്കാൻ വന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളോട് പറഞ്ഞേ, നീ എന്നെ ഉപദ്രവിക്കല്ല, നിന്നെ എതിരിടാൻ വേണ്ടി വന്ന ആളല്ല, ഞാൻ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്തിന് വന്നതാണ്. അതേപോലെ ആ കാട്ടുമൃഗങ്ങൾ അതേപോലെ തിരിച്ചുപോയ സംഭവം ശൈഖുനാ ശംസുൽ ഉലമ ഇതിൽ പറയുന്നുണ്ട്. ഇതിനുപോൽപലകമായ അനവധി സംഭവങ്ങൾ ഉണ്ട്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഫീന എന്ന ഒരു സഹായിയായ ഒരാളുണ്ടായിരുന്നു, ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബി പിൽക്കാലഘട്ടത്തിൽ കാട്ടിൽ അകപ്പെട്ട ഒരു സംഭവമുണ്ട്. സഫീന മൗല റസൂലുള്ളാഹി, ഉറക്കെ പറ, സഫീനത്തു മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സിംഹം ആക്രമിക്കാൻ വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ആക്രമിക്കണ്ട, അന മൗലാ റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബിയുടെ സഹോദരിയാണ്. അതോടുകൂടെ സിംഹം പേടിച്ച സംഭവം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അങ്ങനെയൊക്കെ ഉണ്ടാവും. കാട്ടുമൃഗങ്ങൾ അവർക്ക് വഴിപ്പെടും, അന്ന് അവർക്ക് വിഷയമല്ല. അവർക്ക് വഴിപ്പെടാത്ത ഒന്നും ഉണ്ടാവില്ല. അവർക്ക് വഴിപ്പെടാത്ത പ്രപഞ്ചത്തിലെ ഒരു സംഗതിയും അവർക്ക് വഴിപ്പെടാതെ ഉണ്ടാവുകയില്ല. കാട്ടുമൃഗങ്ങൾ വഴിപ്പെടും, ആരും വഴിപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സ്ഥാനം നൽകി അവരെ ആദരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ മഹത്വം നൽകി. നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും വേണമെങ്കിൽ അല്ലാഹുവിനെ പിന്തുടർന്നോളി, അല്ലാഹുവിനെ പിടിച്ചോളി. അല്ലാഹു പിടിച്ചവരും പിടിച്ചോളി. അല്ലാഹു പിടിച്ചവരാണ് അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹ് പിടിച്ചെന്നാണ് അള്ളാഹ് ഹിഫ്ദിന് വേണ്ടി പിടിച്ചതല്ല. അള്ളാഹു കൽപ്പിച്ച് ആദരിച്ച മഹാനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് കൽപ്പിച്ച് ആദരിച്ച മുത്ത് റസൂലുള്ളാഹിനെ ജീവിതത്തിൽ പകർത്തിയ ആളാണ് മശായിഖന്മാർ. അങ്ങനെ തന്നെയല്ലേ അവരെ പകർത്തിക്കാളെ. നിങ്ങൾക്ക് ദുനിയാവ് ഉണ്ടാവും, ആഖിറം ഉണ്ടാവും. ഇല്ലെങ്കിൽ ദുനിയാവ് ഉണ്ടാവില്ല, ആഖിറം ഉണ്ടെങ്കിൽ ദുനിയാവ് ഉണ്ടാവും. ദുനിയാവ് ഉണ്ടായിട്ട് എന്താണടാ കാര്യം? എന്താ കാര്യം? മൂക്കിൽ പഞ്ഞച്ച കഴിഞ്ഞില്ലേ, പിന്നെന്താ കാര്യം? മൂക്കിൽ പഞ്ഞുവെച്ചാൽ മുതലാളി എന്തടോ, തൊഴിലാളി എന്തടോ, എന്ത് മുതലാളി എന്ത് തൊഴിലാളി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിൻ്റെ അർത്ഥം മുതൽ വേണ്ടെന്നല്ല. മുതലുണ്ടായാൽ കേവിയെ പോലെ അള്ളാഹുക്ക് വേണ്ടി ചെലവാക്കണം, ഇല്ലെങ്കിൽ പരാജയപ്പെടും. അള്ളാഹിന്റെ കോടതി വലുതാണ്, വിചാരിച്ചതുപോലെയല്ല. അള്ളാഹിന്റെ അടുക്ക് രക്ഷപ്പെടുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അത് ഈ ചെറിയുണ്ടെന്നും കഴിച്ചാവുന്ന വിചാരിക്കണ്ട. അള്ളാഹു അവിടെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. വളരെ ചിന്തിക്കണം. നമ്മൾ മൂല്യന്മാരാണ്, മൂല്യന്മാരും പഠിക്കാണ്ട്. നമ്മൾ വലിയവരാന്ന് വിചാരിച്ച് നമ്മൾ നല്ല വലിയവരാന്ന് വിചാരിച്ച് നാടന്മാരി നമ്മൾ അവലംബിക്കും. നമ്മളെ തലയിലൊക്കെ നിറച്ച് ദുനിയാവ് ഇരിക്കും. പിന്നെ എങ്ങനെ അവരെ രക്ഷപ്പെടുക? നമ്മളും രക്ഷപ്പെട്ടിട്ടില്ല. ഒറ്റക്ക് നടക്കാൻ കഴിയാത്ത എലി എങ്ങനെ പത്തായം കൊണ്ട് നടക്കും? നമ്മൾ രക്ഷപ്പെട്ടില്ല, പിന്നെ എങ്ങനെ നാട്ടുകാരെ രക്ഷപ്പെടുത്തും? അതുകൊണ്ട് എൻ്റെ കുട്ടികൾ ദുനിയാവിന്റെ പിന്നാലെ ഓടരുത്, അള്ളാഹുവിനെ പൊരുത്തമാഗ്രഹിക്കുക. അതാണ് സയ്യിദ് സിറാജുദ്ദീന്റെ പാഠം. അതാണ് അല്ലേ? അതല്ലേ പാഠം? ഒരു മഹാന്റെ പാഠം നമ്മൾ പറയുന്നത് എന്തിനാണ്? ആ മഹാനിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാം. നമുക്ക് ദുനിയാവ് ഉണ്ടാകും, പറ, ആഖിറം ഉണ്ടാവും. ദുനിയാവും ഉണ്ടാവും, ആഖിറം ഉണ്ടാവും. ഇല്ലെങ്കിൽ ദുനിയാവ് കുറച്ചാലുണ്ടാവും, കുറച്ച് ദൂരം കുറച്ചുണ്ടാവും, ആഖിറം ഉണ്ടാവില്ല, ആഖിറം ഉണ്ടാവില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ചെറുവാലുള്ള ഒരു ഉസ്താദിനെ പറ്റി ഇവിടെ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഒരു സ്ഥലത്തേക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടര പരിപാടിയിലാണ് എത്തിപ്പെട്ടത്. അപ്പൊ പരിപാടി കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയ മൂല്യന്മാരെ മുഴുവനും ചോറിനുണ്ട്. ചെറുവാല ഉസ്താദിനെ മാന്യമായി ചോറിന് വിളിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ രാത്രി ചോറിട്ടി. പിന്നെ അദ്ദേഹം എങ്ങനെയോ പുറത്തിറങ്ങി തിരിച്ചു വരാൻ വേണ്ടി മാന്യമായി വിളിച്ചില്ല, ഇപ്പൊ പോയതുമില്ല. അങ്ങനെ ഒരുങ്ങുമ്പോൾ ഒരാള് ഒന്ന് ഉസ്താദേ എന്നാണ് വിളിച്ച് കൊണ്ടുപോയി. പരിചയമില്ലാത്ത ഒരാള് കൊണ്ടുപോയിട്ട് ഒന്നാം നമ്പർ മീൻ ബിരിയാണി, ചൂടുള്ള മീൻ ബിരിയാണി എടുത്ത്. അതിൻ്റെ ശൈഖുനാ ശംസുൽ ഉലമയുടെ കറാമത്താണ്. അവരൊക്കെ സാധാരണ ചോറും വെച്ച് വന്നപ്പോൾ എനിക്ക് മീൻ ബിരിയാണി കിട്ടി. എന്നെ ഒഴിവാക്കിയപ്പോൾ എന്നെ ആരെ ഏറ്റെടുത്തു? പറയ്. അള്ളാഹു ഏറ്റെടുത്തു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹു അവന് വേണ്ടിയാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉറക്കെ പറയും മക്കളെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളിലാണ് നാളത്തെ പ്രതീക്ഷ. ഞങ്ങളൊക്കെ അവിടെ വീഴാൻ പോകുന്ന മരങ്ങളാ. ഞങ്ങൾക്കൊക്കെ ഇനി പെട്ടെന്ന് വീഴേണ്ടി വരും. ഞങ്ങളെ കയ്യിലല്ല, നിങ്ങളെ കയ്യിലാണ്. നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അള്ളാഹ്ക്ക് വേണ്ടി എണീറ്റിക്കണം, പൈസക്ക് വേണ്ടി എണീറ്റിക്കരുത്. പൈസ നിസ്സാരാണ്, അതിനൊരു വിലയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പഠിച്ചപ്പോഴത്തേന് കുറച്ച് നേരം വൈകിട്ടുണ്ട്. പക്ഷെ അത് പഠിപ്പിച്ചാൽ ആളുണ്ടായില്ല. ഒരു ദുനിയാവിന്റെ പിന്നാലെ ഓടണ്ട. നമുക്കും അതൊക്കെ ആകാൻ കഴിയും. അള്ളാഹു നമ്മളാക്കി തരട്ടെ. ഒരു സ്ഥാനമാനത്തിന്റെ പിന്നാലെ ഓടരുത്. മൻ അഖ്ബല അല ദുനിയാ അദ്ബറ അനില്ലാ. മൻ അഖ്ബല അല അല്ലാഹി ജദബത്ഹു ദുനിയ വജലബത് നഫ്സു വജലബത് ദുനിയ ഇലൈഹി. ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് മുന്നിട്ടാൽ ദുനിയാവിലേക്ക്, മനസ്സിലായില്ല? ഒരാൾ ദുനിയാവിലേക്ക് പിന്നിട്ടാൽ അള്ളാഹുവിലേക്ക് മുന്നിടും, മനസ്സിലായില്ല?
ഒരാൾ അള്ളാഹു മനസ്സിലായില്ല, ഒരാൾ ദുനിയാവിലേക്ക് മുന്നിട്ടാൽ അള്ളാഹുവിലേക്ക് പിന്നിടും. ഒരാൾ അള്ളാഹുവിലേക്ക് മുന്നിട്ടാലോ ദുനിയാവ് പിന്നാലെ പാഞ്ഞു വരും. ദുനിയാവുമായി മനസ്സിലായില്ലല്ലോ. ഒരാൾ ദുനിയാവിലേക്ക് മുന്നിട്ടാൽ അള്ളാഹുവിലേക്ക് പിന്നിടും. ഒരാൾ അള്ളാഹുവിലേക്ക് മുന്നിട്ടാലോ ദുനിയാവ് പാഞ്ഞു വരും. നീ കൊണ്ടോ, എന്നെ പിടിക്ക്, നീ എടുക്ക്, എന്നെ ദുനിയാവ് കിട്ടും. തരട്ടെ. അതാണ് ഇവിടുത്തെ പാഠം. ദുആ ചെയ്യാൻ പോവാണ്. അവർ ആ കുടുംബത്തിനെ ഇനി കൂടുതൽ ഇരുത്തുന്നതിൽ ഖൈറില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങളൊക്കെ പാഠം ഉൾക്കൊള്ളാൻ. നാളെ നിങ്ങളുടെ കയ്യിലാണ് കാര്യം എന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം. ഈ പരിപാടിക്ക് കുറെ ആളെ വിളിക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് കുട്ടികൾ മാത്രം മതി. സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ മക്കളും ഇവരും അങ്ങനെ തന്നെയല്ലേ. സിറാജുദ്ദീൻ തങ്ങളുടെ മക്കളൊക്കെ തന്നെയല്ലേ. ശംസുലൈമാന്റെ മക്കളാണ്. ശംസുലൈമാന്റെ മക്കളൊക്കെ ആരുടെ മക്കളാണ്? സിറാജുദ്ദീൻ മക്കളാണ്. ഇത് അങ്ങനെ തന്നെയല്ലേ? പറയും, നമ്മളൊക്കെ ആരുടെ മക്കളാണ്? നമ്മൾ ശംസുലൈമാന്റെ മക്കളല്ലേ? അങ്ങനെയല്ലേ? പറയൂട്ടികളെ, നമ്മൾ ശംസുലൈമാന്റെ മക്കളല്ലേ? ശംസുലൈമാന്റെ മക്കൾ മുഴുവൻ ആരുടെ മക്കളാണ്? സിറാജുദ്ദീൻ മക്കളാണ്. അപ്പൊ നമ്മളൊക്കെ ഒന്നാണ്. അവരൊക്കെ വാപ്പയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ശംസുലൈമാന്റെ തറവാട്ട് വന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ? കോയക്കുട്ടി മുസ്ലിയാരുടെ തറവാട്ട് പോയിട്ട് പൊൽപ്പത്രം നടിക്കരുത്, ആ കുട്ടികളൊക്കെ എൻ്റെ കുട്ടികളാണ്. അതായത് ഉമറാജിയും ശംസുലൈമാനും ഒക്കെ ആരെ മക്കളാണ്? സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ മക്കളാണെന്ന് മക്ബറയിൽ നിന്ന് എന്നോട് പറഞ്ഞു. മരിച്ചിട്ട് എന്നോട് പറഞ്ഞു. ആരാ പറയുന്നത്? സിയമ്മ. മനസ്സിലാവണല്ലോ. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. മൻകാനലില്ലാഹി. ഇനി കാര്യങ്ങളെ കയ്യിലാണ് കുട്ടികളെ. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കണം. ദുനിയാവിന് വേണ്ടി പണിയെടുക്കരുത്. ഇനി നല്ലൊരു കാലം വരാൻ പോവുകയാണ്. ഒന്ന് അധ്വാനിക്കേണ്ടി വരും, ത്യാഗം വരും. അതൊക്കെ മുഅ്മിനീങ്ങൾക്ക് നല്ലതാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു സാലിഹ്യങ്ങൾ പെടുത്തട്ടെ. ആ കുടുംബത്തിന് വളരെ വലിയ ഖൈറുള്ള ഒരു കുടുംബമാണിത്. ആ കുടുംബത്തിൽ എമ്പാട് പാഠം ഉൾക്കൊള്ളാനും ഉണ്ട്. ബഹുമാനപ്പെട്ട സഗീർ സാഹിബ് ഇന്ന് ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആഫിയത്തും സലാമത്തും ഖൈറും യാത്രയിലൊക്കെ ബറക്കത്തും അള്ളാഹു തആല തുറന്നു കൊടുക്കട്ടെ.